ഹലോ, ഗുഡ് ഈവനിങ് ഗൈസ്. കേൾക്കാമോ? ഓഡിയബിൾ ആണോ? ഇന്നലത്തേക്കാളും ശോകാവസ്ഥയാണല്ലോ ഇന്ന്. ഓക്കെ, ഇന്നലത്തൊക്കെ എല്ലാവരും വായിച്ചായിരുന്നോ? വായിച്ചിട്ട് നോക്കിയോ ഇന്നലത്തെ? അൺമ്യൂട്ട് ആവുന്നുണ്ട്, ശ്രദ്ധിച്ചേക്കാട്ടോ. ഓക്കെ, ഇന്നലെ വായിച്ചോ? റിവിഷൻ പോലെ എന്തെങ്കിലും ജസ്റ്റ് വായിച്ചോ? എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടോ? നമ്മൾ ഇന്നലെ എവിടെയാ നിർത്തിയേ? ഓക്കെ, നോ ഡൗട്ട്. സംശയമില്ലാത്ത നല്ല പിള്ളേരായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇന്നലെ എവിടെ നിർത്തിയത്? നമ്മൾ 2 കാറ്റഗറി ഓഫ് റൈറ്റ്സ് പഠിച്ചു അല്ലേ? ഈക്വാലിറ്റിയും ഫ്രീഡം അല്ല നമ്മൾ ഇന്നലെ പഠിച്ചേ. എക്സ്പ്ലോയിറ്റേഷൻ എടുത്തായിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ, ആർട്ടിക്കിൾ 22 വരെയാണ് നമ്മൾ ഇന്നലെ നോക്കിയത് അല്ലേ? നമുക്ക് സമയം കളയാനില്ല. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നലെ 2 കാറ്റഗറി ഓഫ് റൈറ്റ്സ് ആണ് എടുത്തത്. ഒന്ന് റൈറ്റ് ടു ഈക്വാലിറ്റി എടുത്തു, ആൻഡ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ഓർ ഫ്രീഡം എന്നുള്ള കാറ്റഗറിയും എടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സെറ്റ് ഓഫ് കാറ്റഗറി ആണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും ചൂഷണം നമ്മുടെ നേരെ വരികയാണെങ്കിൽ അതിനെതിരെയുള്ള ഒരു അവകാശം, അതാണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഏതൊക്കെ ആർട്ടിക്കിളാണുള്ളത്? 2 ആർട്ടിക്കിൾ ഉള്ളൂ, ആർട്ടിക്കിൾ 23 and 24. മറ്റേ സെറ്റ് ഓഫിനൊക്കെ കുറെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 14 to 18 വരെ ഉണ്ടായിരുന്നു, 19 to 22 വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ജസ്റ്റ് 2 ആർട്ടിക്കിൾ മാത്രമാണ് ഇതിനുള്ളത്. ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. അതായത് പേപ്പറിൽ വല്ലപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്. ഓക്കെ, അതിന്റെ പ്രൊഹിബിഷൻ ആണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 23. അതിനെ എതിർക്കുവാണ്. It says that trafficking in human beings and beggars as well as other forms of forced labor is prohibited, and any violation of this provision is punishable by law. അതായത് ആരെങ്കിലും നമ്മൾ നിർബന്ധിച്ച് ഒരു പണിയെടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ പണിയെടുപ്പിച്ചിട്ട് വേജ് കൊടുക്കാതിരിക്കുകയാണെങ്കിലോ, മനുഷ്യ കടത്ത് നടത്തുകയാണെങ്കിലോ, ബെഗേഴ്സിനെ, വഴിയോരങ്ങളൊക്കെ കാണുന്ന ബെഗേഴ്സിനെ ഇതേപോലെ കടത്തുവാണെങ്കിലോ, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? പണിഷബിൾ ബൈ ലോ ആണ്. സോ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന് എതിരെ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സോ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ശിക്ഷ ലഭിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 23. ഇതൊക്കെ ഭയങ്കര പാടുള്ളതൊന്നുമല്ല, ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ ആർട്ടിക്കിൾ 23 എന്താന്നുള്ളത്? ഇറ്റ് ഈസ് എ പ്രൊഹിബിഷൻ ടു ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഓക്കെ, then article 24, prohibition of employment of children in factories. അതായത് ചെറിയ കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല? ഫാക്ടറീസിലോ അതേപോലെ ഹസാർഡസ് ആയിട്ടുള്ള എൻവയോൺമെന്റിലോ അവരെ പണിയെടുപ്പിക്കാൻ പാടില്ല. അതായത് മൈൻസ് ഒക്കെ ഉണ്ടല്ലോ, മൈനിങ് സ്ഥലങ്ങളിൽ, അതുപോലെ ഫാക്ടറീസ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല? കുഞ്ഞു കുട്ടികളെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. According to this article, no child under the age of 14, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആൻഡ് ഫാക്ടറി, മൈൻ ഓർ ഹസാർഡസ് ഓക്യുപ്പേഷൻ. ഈ മൈനിലൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ
എന്താണ് റാറ്റ് ഹോൾ മൈനിങ് എന്നുള്ളൊരു ടേം ഉണ്ട്. റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദ്വാരമായിരിക്കും, ചെറിയൊരു ഹോളാണത്. അതിൽ ഒരിക്കലും ഒരു വലിയൊരു മനുഷ്യന് കടക്കാൻ പറ്റില്ല. ഈ ചെറിയ കുട്ടികളെയാണ് ആ ഹോളിലൂടെ കടത്തി വിട്ടിട്ട് അവർ മൈൻ ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ അതിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ കുറച്ചേടെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും അവർക്ക് എന്ത് പറ്റും, റെസ്പിറേറ്ററി ഇഷ്യൂ വരും. ശ്വസിക്കാൻ ഓക്സിജൻ ഒന്നും ഇല്ലല്ലോ, മൈനല്ലേ. സോ അങ്ങനെ കുറെ ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട്, കുറെ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. സോ അതിനൊക്കെ എതിരെ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഇപ്പോഴും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഐ മീൻ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലൊക്കെ ഉണ്ട്. എന്നാലും ഒരുവിധം ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്താന്ന് വെച്ചാൽ ചൈൽഡ് ലെവൽ കൂടാനുള്ള ഒരു കാരണം പോവർട്ടി ആണ്. പണ്ട് ഇൻ ദ സെൻസ് ഇപ്പോഴും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഉണ്ടാവും വീട്ടില്. സോ ഇത്രയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനോ വസ്ത്രം കൊടുക്കാനോ പഠിപ്പിക്കാനോ ഒന്നും ചിലപ്പോൾ അവരുടെ പാരന്റ്സിന് കഴിഞ്ഞോളണമെന്നില്ല. സോ അവരെന്താണ് നോക്കുക, ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക ഒപ്പിക്കുക എന്നുള്ളതാണ്. സോ അപ്പൊ കുട്ടികളെ തന്നെ പണിക്ക് വിട്ട് എന്താ ആ ഒരു ഭക്ഷണമെങ്കിൽ ഭക്ഷണം, പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഭക്ഷണമെങ്കിൽ കിട്ടുക എന്നുള്ള രീതിക്കാണ് അവർ ചെയ്തിരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ചൈൽഡ് ലെവൽ നല്ലോണം കൂടുതലുള്ള ഒരു കൺട്രി ആയിരുന്നു നമ്മുടെ. ഇപ്പോൾ ആണ് അതിന് ഈ റെഗുലേഷൻ ഒക്കെ കൊണ്ടുവന്ന് ആർട്ടിക്കിൾസ് ഒക്കെ കൊണ്ടുവന്ന് ഒരു പരിധി വരെ അതിനെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനു വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ഒരു ആക്ട് ആണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2016. completely prohibits on the employment or the work of children below 14 age in all occupations and process. ഓക്കെ, 14 വയസ്സിന് കീഴിലുള്ള ഒരു തരത്തിലുള്ള ജോലി എടുപ്പിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, അതെന്ന് വെച്ചാൽ വീട്ടില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. വീട്ടിൽ നമ്മൾ ചെറിയ ചെറിയ പണിയൊക്കെ എടുക്കുമല്ലോ, നമ്മുടെ ഡ്രസ്സ് കഴുകുക, നമ്മൾ കഴിച്ച പാത്രം കഴുകുക, അതൊന്നും ചൈൽഡ് ലേബർ അല്ല. ഇപ്പം വീട്ടിൽ പോയിട്ട് പറയരുത് എനിക്ക് 14 വയസ്സ് ആയിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും എടുപ്പിക്കുക, അങ്ങനെയല്ല. ഐ മീൻ ദിസ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, അതേപോലെ ഫാക്ടറീസ്, നമ്മൾ പൈസ മേടിക്കുന്ന ലേബേഴ്സ് ഇല്ലേ, പുറത്ത് പോയി ജോലി ചെയ്ത് പൈസ കൊണ്ടുവരുന്ന അങ്ങനത്തെ ലേബേഴ്സ് ആണ് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ഈ രണ്ട് ആർട്ടിക്കിൾ ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ 23 and 24, prohibition of trafficking human beings and forced labor. Then prohibition of employment of children in factories. ക്ലിയർ ആണോ? രണ്ടും ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വായിച്ച മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് റൈറ്റ്സിന്റെ കാറ്റഗറി നോക്കാം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25 to 28. ഞാനൊരു ചോദ്യം ചോദിക്കാം, നമ്മുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീജിയൻ ഏതാണ്? ഒഫീഷ്യൽ റിലീജിയൻ എന്താണ് ഇന്ത്യയുടെ? Any that kind of religion? Oh my God. Okay. റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഞാൻ വെയിറ്റ് ചെയ്യാം. എല്ലാവരും റിപ്ലൈ തരൂ. ഓക്കെ, കുട്ടികൾ കൂടുതൽ കയറിയിട്ടുണ്ടോ? എല്ലാവരും റിപ്ലൈ തരൂ. ഓക്കെ, ലെറ്റ് മീ സേ സംതിങ്. ഇന്ത്യക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ഇല്ല. ഓക്കെ, ഓക്കെ, ഇന്ത്യക്ക് ഒരു ഇന്ത്യയുടെ ഒഫീഷ്യൽ റിലീജിയൻ എന്ന പേരിൽ ഒരു റിലീജിയൻ ഇല്ല. ഇപ്പൊ നിങ്ങൾ ഈ ഞാൻ 2-3 പേരിൽ ഒരു പെർട്ടിക്കുലർ റിലീജിയൻ പറഞ്ഞതായിട്ട് കണ്ടു. ഓക്കെ, അത് നമ്മൾ മെജോറിറ്റി പീപ്പിൾ അതായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെ ഒരു റിലീജിയൻ ഇല്ല കേട്ടോ. ശ്രദ്ധിച്ചേക്കുക. ഇനി ആരെങ്കിലും ഇതേപോലെ ചോദിക്കുമ്പോൾ ഇതേപോലെ ഒരു പെർട്ടിക്കുലർ റിലീജിയന്റെ പേരെടുത്ത് പറയാതിരിക്കുക. അങ്ങനെ ഒരു റിലീജിയൻ നമുക്കില്ല. എല്ലാ റിലീജിയനും ഒരുപോലെ ഈക്വൽ എന്താ പറയാ, ഈക്വൽ റൈറ്റ്സ് ആണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ റിലീജിയന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഇടപെടുകയോ അല്ലെങ്കിൽ മറ്റൊരു റിലീജിയനെ തള്ളിക്കളയോ അതൊന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടില്ല. എക്സെപ്റ്റ് സം പൊളിറ്റീഷ്യൻസ് ആർ ഡൂയിങ് ദാറ്റ്, ബട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് അലൗ ദാറ്റ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിക്കലും ഒരു റിലീജിയനെ പൊക്കി കാണിച്ചു വെച്ചിട്ടില്ല. ഓക്കെ, എല്ലാ റിലീജിയനും തുല്യ അവകാശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ്
ഇറ്റ് സേസ് അബൌട്ട് ആർട്ടിക്കിൾ 25 to 28. ഈ 3 ആർട്ടിക്കിൾസിൽ വരുന്നത് നോക്കാം. ഓക്കെ, 25 എന്താ പറയുന്നത്? ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് എ റിലീജിയൻ. According to this article, everyone has a right to free conscience and freedom to freely profess, practice, and propagate religion. However, this does not grant any right to forceful conversion. The state can impose restrictions on this right on the ground of public order, morality, and health. അതായത് ആർട്ടിക്കിൾ 25 എന്താണ് പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ, ഏതൊരു ഇന്ത്യക്കാരനും ഇന്ത്യയിലുള്ള ഏതൊരാൾക്കും അവർക്ക് ഏത് റിലീജിയനിലാണോ വിശ്വാസമുള്ളത് ആ ഒരു റിലീജിയനെ ഫ്രീലി പ്രൊഫസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ഞാൻ വിളിച്ചു പറയാം, ഞാൻ ഇന്ന റിലീജിയൻ ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന മതവിശ്വാസത്തിൽ പെട്ടതാണ്, എനിക്ക് ഇന്നതാണ് വിശ്വാസം, ഞാൻ ഈ ഒരു ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് എന്നെനിക്ക് ഫ്രീ ആയിട്ട് വിളിച്ചു പറയാം. എനിക്ക് ഒരു പ്രശ്നം അവിടെ ഇല്ല. എനിക്ക് പോയി നിന്ന് റോട്ടിൽ നിന്ന് പ്രസംഗിക്കാം, എന്റെ റിലീജിയനെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കാം. സോ എനിക്ക് യാതൊരു ഒബ്ലിഗേഷനോ യാതൊരു ഒബ്ജക്ഷനോ അതിന് വരുന്നില്ല. ഓക്കെ, എവിടെ നമുക്ക് ഏത് ആരാധനാലയങ്ങളിൽ പോവാം, ഏത് ആരാധനാലയത്തിൽ വേണം നമുക്ക് പോവാം. ഒരു പോലീസ് നമ്മൾ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നില്ല ഞാൻ ഇത്ര ആരാധനാലയത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാളെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ബട്ട് ഫോഴ്സ്ഫുള്ളി ഒരാൾ നിർബന്ധിച്ച് നീ എന്റെ റിലീജിയനിലേക്ക് വാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുവരാനായിട്ട് പാടില്ല. അങ്ങനെ വന്നാൽ അത് ആളുടെ ഈ ഒരു റൈറ്റിന് അഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, ദെൻ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതായത് ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ജൈനമതം കേട്ടിട്ടുണ്ടോ? ജൈനിസം. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. ജൈനിസം ഇറ്റ്സ് എ സെറ്റ് ഓഫ് റിലീജിയൻ. അവർക്ക് ജൈനിസത്തിൽ തന്നെ 2-3 സെക്ട് ഉണ്ട്. ദിഗംബരാസ്, ശ്വേതാംബരാസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെക്ടുകളുണ്ട്. സോ അതില് ഈ ദിഗംബരാസും ശ്വേതാംബരാസും രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ് സെക്ട്. ഇതില് ശ്വേതാംബരാസ് പറയുന്നത് അവര് ശ്വേത മീൻസ് വൈറ്റ് ആണ്. ശ്വേതന്റെ അർത്ഥം വൈറ്റ് ആണ്. സോ അവർ കംപ്ലീറ്റ്ലി വൈറ്റ് ക്ലോത്ത് ആണ് ധരിക്കുക, വേറൊരു കളറൊന്നും എടുക്കില്ല. അവർ ഫുള്ളി വൈറ്റ് ക്ലോത്ത് ആയിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിൽ ദിഗംബരാസ് എന്ന് പറഞ്ഞാല് സ്കൈ എന്നാണ് അർത്ഥം, ആകാശം എന്നാണ് അർത്ഥം. സോ അവര് പറയുന്നത് ആകാശമാണ് ഞങ്ങളുടെ വസ്ത്രം എന്നാണ്. സോ അവര് നടക്കുന്നത് കംപ്ലീറ്റ്ലി ന്യൂഡായിട്ടാണ്. ഓക്കെ, നേക്ഡ് ആയിട്ടാണ് അവർ നടക്കുക. സോ ഇവര് ഈ ഒരു പെർട്ടിക്കുലർ സെക്റ്റിലുള്ള ആൾക്കാർ വഴി കൂടെ പോകുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ കംപ്ലീറ്റ്ലി നേക്ഡ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ റോട്ടിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്നതെന്ന് ആലോചിച്ച് നോക്കേ. അത് വളർന്നു വരുന്ന കുട്ടികൾക്കായാലും ബാക്കിയുള്ള സൊസൈറ്റിക്കായാലും അതൊരു മൊറാലിറ്റി ഇഷ്യൂ ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? ഇതൊരു മൊറാലിറ്റി ഇഷ്യൂ ആയതുകൊണ്ട് കോടതി പറഞ്ഞു ഇതിങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മതിൽക്കെട്ട് ഉണ്ടാവില്ല, ഇപ്പൊ ഈ അഗ്രഹാരം പോലെയൊക്കെ അവർക്ക് ഓരോ പെർട്ടിക്കുലർ സെക്ട് സ്ഥലം ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം, നേക്ഡ് ആയിട്ടോ ഡ്രസ്സ് ഇട്ടിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നടക്കാം, പ്രശ്നമില്ല. ബട്ട് അതിന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തിട്ടിട്ടുണ്ടായിരിക്കണം? ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടായിരിക്കണം. നേക്ഡ് ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് ഒരു റെസ്ട്രിക്ഷൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ പറയുന്ന കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് ഡെവലപ്പ് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. ആൻഡ് ഹെൽത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഈ സെയിം തന്നെ സെയിം ജൈനിസത്തിനാണ് കുറച്ചും കൂടി എക്സ്ട്രീം പാത്ത് ഉള്ളത്. ഇവര് ഒരു അത്യാവശ്യം അവരുടെ ജീവിതത്തിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും? ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ അവർ പട്ടിണി കിടക്കും. സ്വയം ഇഷ്ടപ്രകാരം പട്ടിണി കിടന്ന് അങ്ങനെ സ്റ്റാർവ് ചെയ്ത് ഡെത്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സംഭവം കോടതി ഇതേപോലെ തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്, അത് സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നത് ഓക്കെ കുഴപ്പമില്ല, പക്ഷെ മറ്റൊരാളെ അങ്ങനെ ചെയ്യിക്കാനായിട്ട് നിർബന്ധിക്കരുത്. സോ സെയിം സെക്റ്റിലുള്ള ഒരാൾ പറയാണ്, നീ മരിക്കാറായിട്ടുണ്ട്, നീ പോയിട്ട് സല്ലേഖന എന്നാണ് ആ ഒരു പ്രാക്ടീസിന് പറയാ. സല്ലേഖന ചെയ്തോന്ന് പറയാനായിട്ട് പറ്റില്ല. സ്വന്തം ഇഷ്ടപ്രകാരം വേണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 25. ഫ്രീഡം ഓഫ് കൺസൈസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ. ഓക്കെ,
ക്ലിയർ ആയോ ആർട്ടിക്കിൾ 25 എന്താണെന്നുള്ളത്? നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഏത് റിലീജിയൻ ആണെങ്കിലും വിശ്വസിക്കാം, പ്രാക്ടീസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഫോഴ്സ്ഫുൾ കൺവേർഷൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണോ ആർട്ടിക്കിൾ 25? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ 26. എന്താണ് ആർട്ടിക്കിൾ 26 പറയുന്നത്? ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. ഗൈസ്, ഞാനിപ്പോഴും ഒരു പ്രിക്വേഷൻ പറയുകയാണ്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. മിക്കവാറും എൻ്റെ വൈഫൈ ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് കട്ടായേക്കും. നിങ്ങളൊന്ന് നോക്കിയേക്കണേ. ഞാനൊന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരാം കേട്ടോ. 2 മിനിറ്റിനുള്ളിൽ എൻ്റെ ഡാറ്റ ഒന്ന് കണക്ട് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ എടുക്കും കേട്ടോ. ഓക്കെ, ആർട്ടിക്കിൾ 26 എന്താ പറയുന്നത്? ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. Every religious group or section thereof shall have the right to establish and maintain institutions for religious and charitable purpose, and to manage its own religious affairs, to own and acquire movable and immovable property, and to administer such property in accordance with the law. അതായത് ഒരു പെർട്ടിക്കുലർ റിലീജിയന് അവരുടെ റിലീജിയന്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്താം, അതുപോലെ എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്താം, ആരാധനാലയങ്ങൾ ബിൽഡ് ചെയ്യാം, പ്രോപ്പർട്ടി കൈവശം വെക്കാം. അത് ആ പ്രോപ്പർട്ടി വേണമെങ്കിൽ അവരുടെ ലോ വെച്ച് തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാം. അതിനൊന്നൊരു പ്രശ്നമില്ല. ഓക്കെ, ആ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് അത് മാത്രം പറയുന്നതാണ് ആർട്ടിക്കിൾ 26. ഓക്കെ, എന്താണ് റിലീജിയസ് ഗ്രൂപ്പിന് അവരുടേതായ അഡ്മിനിസ്റ്റർ രീതിയിൽ കൊണ്ടുപോകാന്നുള്ളത്. പക്ഷെ അതൊരിക്കലും ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ആവരുതെന്ന് മാത്രം. അതാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 27, ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ ദ പ്രൊമോഷൻ ഓഫ് റിലീജിയൻ. No one shall be compelled to pay any tax, the proceeds of which are specifically used to pay expenses incurred in the promotion or maintenance of any particular religion or sect. അതായത് ഒരു പെർട്ടിക്കുലർ റിലീജിയന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക തരത്തിലുള്ള ടാക്സ് ഒന്നും ചെയ്യില്ല. ഓക്കെ, സ്റ്റേറ്റ് ടാക്സ് ഒന്നും പിരിക്കില്ല എന്നാണ് അതിനർത്ഥം. അല്ലാതെ നമ്മൾ റിലീജിയൻസിൽ ഇപ്പൊ പിരിവിനൊക്കെ വരുമല്ലോ, അതൊന്നും ഇതിൽ പെടുന്നതല്ല. സ്റ്റേറ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ റിലീജിയന് ടാക്സ് പിരിക്കില്ല എന്നാണ് 27 പറയുന്നത്. അതിപ്പോ റിലീജിയന്റെ പ്രൊമോഷൻ ആയാലും മെയിൻ്റെനൻസിനായാലും എന്തിനായാലും ശരി, ടാക്സ് ആര് പിരിക്കില്ല? സ്റ്റേറ്റ് കമ്പല് ചെയ്ത് നിർബന്ധിച്ച് ടാക്സ് അടപ്പിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 27. ഞാനിത് പെട്ടെന്ന് പോകുന്നത് ഇത് കാര്യമായിട്ട് അങ്ങനെ വലിച്ചുവാരി പറയേണ്ട കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുന്നില്ലേ? ഇന്നലത്തെ നമ്മൾ പറഞ്ഞ സെറ്റ് ഓഫ് ആർട്ടിക്കിൾസ് ആയിരുന്നു കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ഞാൻ കുറെ നേരം എടുത്തത്. ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്താണ്? ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്. It forbids religious instructions in any educational institutions entirely supported by the state fund unless such an institution, even if administered by the state, it is established under an endowment or trust that requires it to be imparted. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയൻസ്, ഇപ്പൊ നമ്മുടെ പെർട്ടിക്കുലർ ഒരു റിലീജിയൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാലയങ്ങൾ, അവിടെ അവർക്ക് വേണമെങ്കിൽ അവരുടെ മതവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നടത്താം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രേയേഴ്സ് നടത്തുന്നുണ്ടായിരിക്കാം ചില റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റേറ്റ് ഓൺ ചെയ്ത് പബ്ലിക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവല്ലോ, നമ്മുടെ പബ്ലിക് വിദ്യാലയങ്ങള്, ഗവൺമെന്റ് സ്കൂൾ നമ്മൾ പറയുന്നത്, അവിടെ നടത്താനായിട്ട് പാടില്ല. ബാക്കിയുള്ള റിലീജിയസ് അവരുടെ മതപരമായ സ്കൂളുകളിൽ അവർക്ക് നടത്താം. ഇപ്പൊ നമ്മുടെ CMS സഭ സ്ഥാപിച്ചേക്കുന്ന കോളേജസും അവിടെ ഒക്കെ അവർക്ക് എന്താ അവരുടെ റിലീജിയസ് പ്രേയേഴ്സ് നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈവൻ ഞാൻ 10th വരെ പഠിച്ചത് ഒരു സിസ്റ്റേഴ്സിന്റെ സ്കൂളിലായിരുന്നു. സോ അവിടെ എന്താ നമ്മുടെ റോസറി ഒക്കെ ഉണ്ടാവലുണ്ട്, ആൻഡ് ദെൻ കുർബാന ഉണ്ടാവും. അങ്ങനത്തെ
സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഗവൺമെന്റ് സ്കൂളുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇതേപോലെ ഒരു പെർട്ടിക്കുലർ റിലീജിയന്റെ പ്രേയേഴ്സോ അവരുടെ ആക്ടിവിറ്റീസോ നടത്താനായിട്ട് പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 28. സോ ദാറ്റ് ഈസ് റിലീജിയനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയാണ്. 25 ഒന്നുകൂടി ഞാൻ പറയാണ്, നോക്കുക. ഫ്രീഡം ഓഫ് കൺസൈസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, practice and propagation of a religion, that is article 25. Freedom to manage religious affairs, that is article 26. Freedom from taxation for the promotion of religion, article 27. Freedom from attending religious instructions, article 28. റിലീജിയനുമായി ബന്ധപ്പെട്ട റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? മഴയുണ്ട് അവിടെ? നിങ്ങളുടെ അവിടെയൊക്കെ? ഇവിടെ നല്ല മഴ പെയ്തിട്ട് ഇത്രയും നേരം കുഴപ്പമുണ്ടായാലും ഇപ്പൊ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. അത് ഇതും രണ്ട് ആർട്ടിക്കിളുള്ളൂ, ആർട്ടിക്കിൾ 29 and 30. ഓക്കെ, ആർട്ടിക്കിൾ 29 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. It gives any section of citizens residing in India's territory or any part of it with a distinct language, script or culture the right to preserve it. ഓക്കെ, ഒരു മൈനോറിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ രണ്ട് ബേസിസിൽ നമ്മൾ പറയും. ഒന്ന്, റിലീജിയസ് മൈനോറിറ്റി ഉണ്ട്, ജാതിപരമായി അല്ലെങ്കിൽ മതപരമായി കുറച്ച് ആൾക്കാരുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രം ഒരു റിലീജിയനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ അത് റിലീജിയസ് മൈനോറിറ്റി ആണ്. ദെൻ വേറെ ലാംഗ്വേജിന്റെ ബേസിസിൽ നമ്മൾ മൈനോറിറ്റി പറയും. അതായത് ഒരു ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സംസാരിക്കുന്നത് വേരിയസ് കൈൻഡ് ഓഫ് ഹിന്ദിയാണ്. സോ ഹിന്ദി സ്പീക്കിംഗ് പീപ്പിൾ ഇസ് എ മെജോറിറ്റി ഇൻ ഇന്ത്യ. ബട്ട് മൈനോറിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മലയാളം സംസാരിക്കുന്നത് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമാണ്. സോ അവര് മൈനോറിറ്റി ആണ്, ലാംഗ്വേജിന്റെ ബേസിലും നമ്മൾ മൈനോറിറ്റി ആണ്. അതുപോലെ തമിഴ് സംസാരിക്കുന്നവർ ഏറ്റവും മെജോറിറ്റി വരുന്നത് ഏതാണ്? ഹിന്ദിയാണ്. സോ ഇതിലിപ്പോ പറയുന്നത് എന്താണ്? ലാംഗ്വേജിന്റെ കാര്യത്തിലായാലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് അവർക്ക് ചിലപ്പോൾ പ്രത്യേക തരത്തിലുള്ള ലാംഗ്വേജ് ആയിരിക്കാം, സ്ക്രിപ്റ്റ് ആയിരിക്കാം, കൾച്ചർ ആയിരിക്കാം. വേണമെങ്കിൽ നമുക്ക് കേരളത്തിന് എക്സാമ്പിൾ എടുക്കാം. നമുക്ക് പെർട്ടിക്കുലർ ലാംഗ്വേജ് ഉണ്ട്, മലയാളം ഉണ്ട്, എഴുതുന്ന സ്ക്രിപ്റ്റ് മലയാളമാണ്. ദെൻ കൾച്ചർ എൻറ്റയർലി ഡിഫറെന്റ് കൾച്ചർ ആണ്. ബാക്കിയുള്ള ഏത് സംസ്ഥാനം നോക്കിയാലും കേരളത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള കൾച്ചർ ഉണ്ട്. സോ അത് പ്രിസർവ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമുക്കുണ്ട്. അത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 29 പ്രകാരം നമ്മുടെ സ്വന്തമുള്ള സ്ക്രിപ്റ്റ്, ലാംഗ്വേജ്, കൾച്ചർ ഇത് നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യലി എന്താ പറയാ, നമുക്ക് മെജോറിറ്റി സ്പീക്കിംഗ് ഹിന്ദി പീപ്പിൾ തന്നെ വരിക. സോ അവർക്ക് ഒരു പ്രത്യേക തരത്തിൽ നിയമം എടുത്തിട്ട് ഹിന്ദി മാത്രമേ ഇവിടെ ഈ രാജ്യത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹിന്ദിക്കാർ ഹിന്ദി സംസാരിക്കുന്ന പീപ്പിൾ എന്ത് കൾച്ചറാണോ ഫോളോ ചെയ്യുന്നത് സെയിം കൾച്ചർ ബാക്കിയുള്ളവരും ഫോളോ ചെയ്യണമെന്നൊരു നിയമം കൊണ്ടുവരാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അവിടെ ആർട്ടിക്കിൾ 29 ഉണ്ട്, ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ no citizen shall be denied admission to or receive aid from state-run educational institutions based on religion, race, caste, language, or any of them. Protects the right of individual irrespective of community. സെയിം തന്നെയാണ്. ഒരു ഗ്രൂപ്പിന്റെ പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റിസന്റെ കാര്യത്തിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്നൊരു പെർട്ടിക്കുലർ റിലീജിയൻ ആണെന്ന് പറഞ്ഞാലോ ലാംഗ്വേജ് ഏതാന്ന് പറഞ്ഞാലോ ഒന്നും എയ്ഡ്സ് നമ്മുടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇല്ലാതാവില്ല. ഓക്കെ, അതിപ്പോ എഡ്യൂക്കേഷനിൽ നിന്നായാലും ശരി, ഗവൺമെന്റിൽ നിന്നായാലും ശരി, അതൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തടഞ്ഞു വെക്കാനായിട്ട് പറ്റില്ല. അവിടെ നമ്മൾ ആർട്ടിക്കിൾ 29 ഉള്ളതുകൊണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 29, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനോറിറ്റി. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം വന്നത്?
മെജോറിറ്റി പീപ്പിളിന്റെ ഡൊമിനൻസ് മൈനോറിറ്റിക്ക് അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെജോറിറ്റി കാര്യം എന്താ പറയാ, കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ, കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഫ്രേസ്? മെജോറിറ്റി ഉള്ള ആൾക്കാർ എപ്പോഴും നമ്മുടെ കൂട്ടത്തില് കൂടുതലുള്ള ആൾക്കാരെ നമുക്കൊരു ചെറിയൊരു ഭയമായിരിക്കും അല്ലെ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, രണ്ടുപേരെയും ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 30. റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറ്റേതുമായി കണക്ട് ചെയ്യപ്പെട്ട് തന്നെയാണ് ഇത് എടുക്കുന്നത്. എല്ലാ റിലീജിയൻസിനും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനും എന്തുണ്ട്? ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്. Protection under it extends only to linguistic and religious and not any section of the citizens. അതായത് എന്താണ്, എല്ലാ സെക്ഷൻസിനും നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ജൈനിസത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ശ്വേതാംബരാസിന് ഒരു സ്കൂള്, ദിഗംബരാസിന് ഒരു സ്കൂള്, അങ്ങനെയല്ല. റിലീജിയസ് ബേസിലും ലിംഗ്വിസ്റ്റിക് ബേസിലും സ്കൂൾസ് തുടങ്ങാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ അത് പെർട്ടിക്കുലറി അവരുടെ കാര്യം മാത്രം നോക്കാനായിട്ട് ആവരുത് എന്നാണ് അവിടെ പറയുന്നത്. ലിംഗ്വിസ്റ്റിക് ഇപ്പൊ മലയാളം മീഡിയം സ്കൂൾ തുടങ്ങി, അത് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻട്രൽ ഗവൺമെന്റിന് ഒന്നും പറയാൻ പറ്റില്ല മലയാളം മീഡിയത്തിൽ തുടങ്ങാൻ പറ്റില്ല, ഹിന്ദി മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ, അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഏതാണോ നമ്മുടെ ലാംഗ്വേജ് ആ ഒരു മീഡിയത്തിൽ നമുക്ക് എന്ത് തുടങ്ങാൻ പറ്റും, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാനായിട്ട് പറ്റും, കുഴപ്പമില്ല. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മൈനോറിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെഷറാണ്. ആർട്ടിക്കിൾ 29ഉം ആർട്ടിക്കിൾ 30. ദെൻ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ 30 വരെ പറഞ്ഞു. ആർട്ടിക്കിൾ 32 ആണ് നെക്സ്റ്റ് വരുന്നത്. 30 കഴിഞ്ഞ സാധാരണ 32 ആണോ? അതിന്റെ ഇടയ്ക്ക് എന്തോ മിസ്സായിട്ടുണ്ടല്ലോ. 31, ആർട്ടിക്കിൾ 31 എന്തുകൊണ്ടാണ് അതവിടെ മിസ്സായിരിക്കുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. വൈ 31 is missing there? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവര്, അതിൽ കൂടുതൽ കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവര് പറയും അവിടെ എന്തുകൊണ്ട് 31 ഇല്ല. 30 കഴിഞ്ഞിട്ട് 32ലേക്ക് ഡയറക്റ്റ് പോയി. മറന്നുപോ കുട്ടികളെ, മറന്നുപോ. നിങ്ങൾ മറന്നു, ശ്രദ്ധിച്ചു. യെസ്, ആരാ പറഞ്ഞു? ഓക്കെ, കറക്റ്റാ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്നലെ പറഞ്ഞല്ലായിരുന്നോ, നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എടുത്ത് മാറ്റി, അതുകൊണ്ട് ലീഗൽ റൈറ്റിൽ ഇട്ടുന്ന്. യാ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 31. അത് നമുക്കൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു, അത് എന്ത് മാറ്റി? അമെന്റ്മെന്റ് വഴി അത് മാറ്റിക്കളഞ്ഞു. ഓക്കെ, ഇപ്പൊ ഓർമ്മ വന്നോ? യെസ്, ആർട്ടിക്കിൾ 31 എന്തായിരുന്നു? അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്താ നോക്കാം. അത് ജസ്റ്റ് ഒരൊറ്റ ആർട്ടിക്കിൾ ഉള്ളൂ, ആർട്ടിക്കിൾ 32. സ്ലൈഡ് കുറച്ച് നീങ്ങിപ്പോയോ? It provides the legal remedy for the protection of other fundamental rights. When any of the fundamental rights are violated, one can seek justice through the courts. എന്താണ്, ബാക്കിയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തെങ്കിലും തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണിത്. ഇത് തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമുക്ക്. ഓക്കെ, one can directly approach the Supreme Court under Article 32. വേറെ ഒരു കോർട്ടിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നേരിട്ട് അവിടേക്ക് പോവാം. ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 പ്രകാരം എനിക്ക് ഡയറക്റ്റ്ലി ആരെ അപ്രോച്ച് ചെയ്യാം? സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. which empowers the court to enforce the fundamental rights through various writs such as habeas corpus, mandamus, prohibition, quo warranto and certiorari. ഈ റിട്ടുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതിന്റെ വലിയ ഡെഫിനിഷൻ ഒന്നും ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. പേരുകൾ, ഇത്രയും 5 റിട്ടുകൾ ഉണ്ട്. ഏതൊക്കെ റിട്ടുകളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 റിട്ടുകളുടെ പേര് കിട്ടണം. എന്താണ് ഹേബിയസ് കോർപ്പസ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോഡി കാണിക്കുക. മാൻഡമസ് എന്ന് പറഞ്ഞാൽ കമാൻഡ് ചെയ്യുക. പ്രൊഹിബിഷൻ ഇല്ലാതാക്കുക.
കോവാറന്റ്. നിങ്ങൾ ഇതിന്റെ ഡെഫിനേഷൻ ഇപ്പൊ പഠിക്കാൻ പോകണ്ട. ഇപ്പൊ നിങ്ങൾക്ക് തൽക്കാലത്തിന് ഡെഫിനേഷന്റെ ആവശ്യമില്ല. സോ കുറച്ചും കൂടെ വലിയ നിങ്ങൾ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം ഈ പേരൊക്കെ പഠിച്ചു വെച്ചേക്കാം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ, സെർഷ്യോററി. 5 റിട്ടുകളാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സുപ്രീം കോടതി ഓർ ഹൈക്കോടതി ഇതിൽ ഏതെങ്കിലും 2 കോടതികൾ ഉപയോഗിക്കുന്ന റിട്ടുകൾ. ഓക്കെ. ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് എവിടെ പോകാൻ പറ്റും? സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. അതേപോലെ ആർട്ടിക്കിൾ 226 പ്രകാരം എവിടെ പോവാം? ഹൈക്കോടതിയിൽ പോവാം. ഫർദർ, any other court may be authorized by parliament to issue directives, orders and writ for every description. അതായത് ഇപ്പൊ തൽക്കാലത്തിൽ നമുക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതിയും മാത്രമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നോക്കാനുള്ളത്. ബാക്കി ഏതെങ്കിലും കോർട്ടിന് വേണമെങ്കിൽ പാർലമെന്റിന് ഓതറൈസ് ചെയ്യാം. നീയും കൂടെ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കൊണ്ടുവരാം. ഇതുവരെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ തൽക്കാലത്തിന് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിലൊരു ഡിഫറൻസ് ഉള്ളത്, ഇത് ഞാൻ ജുഡീഷ്യറി പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 32 ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, സുപ്രീം കോടതിയിൽ പോവാന്നുള്ളത്. പക്ഷേ ഹൈക്കോടതിയിൽ പോവാന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. 226 ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, പക്ഷെ റൈറ്റ് ആണ്. ജസ്റ്റ് ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ആ ഒരു ഡിഫറൻസ് നോക്കിയേക്കാം. സുപ്രീം കോടതിയിൽ പോവാന്നുള്ളത് മാത്രമാണ്. ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം അത് നിങ്ങൾക്ക് തിരിഞ്ഞു പോവും. ശ്രദ്ധിച്ചു നോക്കുക. ഏറ്റവും അപ്പെക്സ് കോർട്ടായിട്ടുള്ള സുപ്രീം കോടതിയിൽ പോകാനുള്ളത് മാത്രമാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ളത്. ബാക്കി ഹൈക്കോടതിയിൽ പോകാനുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ജസ്റ്റ് ലീഗൽ റൈറ്റ് മാത്രമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ആർട്ടിക്കിൾ 32 ക്ലിയർ ആണോ? റിട്ടുകൾ ഏതൊക്കെ തരത്തിലുള്ള റിട്ടുകൾ ഉണ്ടെന്ന് നോക്കി വെച്ചേക്കുക. ഏതൊക്കെ കോടതികളിലാണ് പോകാനുള്ളത് നോക്കുക. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കോടതിയിൽ പോകാൻ നോക്കുക. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? എവിടെ റെസ്പോൺസ് കുറഞ്ഞല്ലോ? രണ്ടുപേർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ 33. ഇത് നമ്മുടെ ആ ഒരു 6 കാറ്റഗറിയിൽ പെടുന്ന റൈറ്റ് അല്ല. നമ്മൾ 6 പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? 6 ഫണ്ടമെന്റൽ റൈറ്റ്. ഇതാണ് റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്, ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത്രയുമാണ് നമുക്ക് ആ ഒരു 6 ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ളത്. ഇതും ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ്, പക്ഷെ ആ ഒരു കാറ്റഗറിയിൽ 6 കാറ്റഗറിയിൽ പെടുത്തില്ല, അതിന് പുറത്തുള്ളതാണ്. Article 33. This article empowers the Parliament to restrict or abrogate the fundamental rights of the members of the armed forces, paramilitary forces, police forces, intelligence agencies and analogs forces. അതായത് എന്താണ്, നമ്മുടെ സാധാരണ സിറ്റിസൻസിന് കിട്ടുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഇവർക്ക് കിട്ടത്തില്ല. പാർലമെന്റിന് അത് റെസ്ട്രിക്ട് ചെയ്യാം. ഓക്കെ, അത് ആലോചിക്കാമല്ലോ. നമുക്ക് മിലിറ്ററിക്കാര് നമ്മുടെ പോലെയാണോ നടക്കുന്നത്? നമ്മളെ പോലെ ഫ്രീ ആയിട്ട് അവർ നടക്കുന്നുണ്ടോ? അവർക്ക് എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടോ? ഫ്രീ സ്പീച്ച് അവർക്ക് പറ്റുമോ? ഇല്ല, അവരൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അതിന് അവരെ ഒക്കെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ എംപവർ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 33. ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അല്ല, എന്നാലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. ആർട്ടിക്കിൾ 33 എന്താണെന്നുള്ളത്. എന്താണ്? പാരാമിലിറ്ററി ഫോഴ്സസിനെ അതുപോലെ ആംഡ് ഫോഴ്സസിനൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ, അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? പാർലമെന്റിന് എംപവർ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 33. ഓക്കെ, ദെൻ
Article 34. It allows for the exceptions to the fundamental rights during the imposition of martial law, enabling the parliament to pass laws to indemnify individuals and validate actions taken in the context of maintaining or restoring order in areas where martial law is enforced. Martial law എന്താണെന്നറിയാലോ? പട്ടാള ഭരണം. പട്ടാളം ഒരു സമയത്ത് നമ്മുടെ ഭരണം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽ റൈറ്റ്സിന് എക്സെപ്ഷൻ സംഭവിക്കാം. അങ്ങനത്തെ അത് പറയുന്ന ആർട്ടിക്കിൾ ആണ് 34. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോ നമ്മുടെ മ്യാൻമറിലും പാകിസ്ഥാനിലും ഒക്കെ നടക്കുന്ന സംഭവം തന്നെയാണത്. മാർഷൽ ലോ ആണ് അവിടെയൊക്കെ. പട്ടാൾക്കാരാണ് ഇപ്പൊ അവിടെ ഭരിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഡിഫറൻസ് സംഭവിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 34. Then last and final Article 35. ഇതെന്താ പറയുന്നത്? This provision states that Parliament has the power to make laws regarding certain matters specified in Article 16, Article 32, Article 33 and Article 34. ഇതെന്തിട്ടാ? സിമ്പിൾ ആണ്. ഇത്രയും പറയുന്ന ആർട്ടിക്കിളിന് എന്തെങ്കിലും റെഗുലേഷൻസോ പ്രൊവിഷൻസോ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പവർ ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. ഇത്രയും പറയുന്ന ആർട്ടിക്കിൾ ആണ് 35. ഓക്കെ, ഇത്രയും ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 33, ആർട്ടിക്കിൾ 34. ഇതിന് വേണമെങ്കിൽ certain മാറ്റേഴ്സിന് ചേഞ്ചസ് വരുത്താം, ലോസ് ഉണ്ടാക്കാം അതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അത് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 35. സോ ഇത്രയാണ് ആർട്ടിക്കിൾസ് വരുന്നത്. ഈ 33, then 34, 35 അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ പാർട്ട് 3 വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 ഫണ്ടമെന്റൽ ആയിട്ട് ഉള്ളത്. ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ്, എന്നാലും ഒന്നും പറയുകയാണ്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് നമുക്ക് വരുന്നത്. സോ ഇതിൽ നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഒക്കെ എല്ലാ കാറ്റഗറീസും ഓർത്ത് വെച്ചേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തത്? ഓക്കെ, ഓക്കെ, ഓക്കെ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. കുറച്ച് PYQ ആണ്, 2020 PYQ ആണ്. നിങ്ങൾ വായിക്കുക, ആൻസർ പറയാം. I'll give you 2 minutes. 2 minutes തരാം. 6:11 ആയി. 6:13 ആവുമ്പോഴത്തേക്കും എനിക്ക് ആൻസർ കിട്ടണം. Okay, time is up. Okay, let's take the answers. D. Okay, mix of answers. ഇതാണോ പിള്ളേരെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞത്? It was a simple question. എന്താ ചോദിച്ചേക്കുന്നത്?
Which of the following categories of fundamental rights incorporated against the untouchability നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞതാ? ഇതേതിലാ വരുന്നത്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണോ, റൈറ്റ് ടു ഫ്രീഡം ആണോ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണോ, റൈറ്റ് ടു ഇക്വാലിറ്റി ആണോ? ഇതില് റൈറ്റ് അഗെയിൻസ്റ്റ് ഈ എ ഓപ്ഷൻ പറഞ്ഞവരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ ഇന്നെടുത്ത സാധനമാണ്. ഇന്നെടുത്ത സാധനത്തിൽ എവിടെയെങ്കിലും ഞാൻ അൺടച്ചബിലിറ്റി എന്നുള്ള വാക്ക് പറഞ്ഞായിരുന്നോ? ഇന്നെടുത്ത ക്ലാസ്സിൽ എവിടെയെങ്കിലും ഞാൻ അൺടച്ചബിലിറ്റി എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? No. Then why guys you choose the option A? എന്തുകൊണ്ടാണ് എ പറഞ്ഞത്? എ നമ്മൾ ഇന്നെടുത്ത ക്ലാസ് അല്ലേ, എയിൽ എന്താ വരുന്നത്? ഐ മീൻ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. I'll check that. This right against exploitation. ഇതല്ലേ ഓപ്ഷൻ എ. 23 and 24. ഇതിൽ എവിടെയാണ് അൺടച്ചബിലിറ്റി നിങ്ങൾക്ക് കണ്ടത്? ഇത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഇതിൽ അൺടച്ചബിലിറ്റി ഉണ്ടോ? ഉണ്ടോ? ഓ, prohibition of employment of children in factories. ഇതിലുണ്ടോ അൺടച്ചബിലിറ്റി? ദെൻ നിങ്ങൾ എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് എ ഓപ്ഷൻ പറഞ്ഞത്? പറഞ്ഞ ആൾക്കാര് പറയ്. എന്താ മിണ്ടാത്ത? This Article 17. Then the Article 17. Abolition of untouchability. നമ്മൾ ഇന്നലെ എടുത്ത ക്ലാസ് ആയത് ആർട്ടിക്കിൾ 17. ഇതേതാ? ഇത് ഏത് സെക്ഷനിൽ വരുന്നതാ? This is right to equality. മനസ്സിലായോ? അൺടച്ചബിലിറ്റി വരുന്നത് എവിടെയാണ്? ഈക്വാലിറ്റിയിലാണ്. ഓക്കെ, ഈക്വാലിറ്റിയിലാണ്, എക്സ്പ്ലോയിറ്റേഷനിലല്ല. ഓക്കെ, ദെൻ അതിൽ ഏതൊരു ഓപ്ഷൻ സി കണ്ടല്ലോ ഞാൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് നമ്മൾ പറഞ്ഞത് റിട്ടുകളാണ് കേട്ടോ. ആർട്ടിക്കിൾ 32 റിട്ടുകളാണ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറയുന്നത്. ഭാഗ്യത്തിന് എന്താവും ആരും ബി ഓപ്ഷൻ പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിന് ഞാൻ 2 minutes ഉണ്ടല്ലോ, 1 minute വരെ. ഓക്കെ, I'll give you 6:19 വരെ ടൈം ഉണ്ട്. ആലോചിച്ച് ക്ലാസ്സുകളൊക്കെ ഒന്ന് ആലോചിച്ച് ഉത്തരം പറയാം. ചാടിക്കേറി പറയണ്ട, ആലോചിച്ച് ഉത്തരം പറയാം കേട്ടോ. വൺ മോർ മിനിറ്റ്സ്. ആലോചിക്കുക, നല്ലോണം ആലോചിക്കുക, ഓരോ ആർട്ടിക്കിളും ആലോചിക്കുക എന്തെന്താണെന്ന്, എന്നിട്ട് ആൻസർ ചെയ്യുക. എല്ലാവരും ആൻസർ ചെയ്യണേ.
എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, ടൈം ഇസ് അപ്പ്. ആരെങ്കിലും ആൻസർ ചെയ്യണ്ടെങ്കിൽ വേഗം ആൻസർ ചെയ്യും. 1 2 3 4 5 6 7 8 ആകെ 8 പേരുടെ ആൻസർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഐ ഗസ് ഇതിൽ 17 പാർട്ടിസിപ്പൻസ് ഉണ്ട്. 8 പേരുടെ ആൻസർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തെടുക്കാം അവിടെ? ഓക്കെ, ഇതില് അറിയാൻ തോന്നുന്നു. എല്ലാവരും ഓപ്ഷൻ സി തന്നെയാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 21 കറക്റ്റ് ആണ്. റൈറ്റ് ടു പ്രൈവസി വന്നേക്കുന്നത് ആർട്ടിക്കിൾ 21 ആണ്. ദെൻ ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? Yeah, it is right against discrimination. Discrimination ആണ്. Okay. Okay. Then Article 19 എന്താ? Article 19. Yes, it is right to freedom. Correct ആണ്. Then Article 21 നമ്മൾ commonly എന്താ പറയുന്നത്? Article 21. റൈറ്റ് ടു പ്രൈവസി പറയണ്ട, മറ്റേ പേര് ശരിക്കുള്ള പേര് പറഞ്ഞാൽ മതി. റൈറ്റ് ടു ഫ്രീഡം ആൻഡ് ഇറ്റ് ഇസ് റൈറ്റ് ടു ലൈഫ്. കറക്റ്റ് ആണ്. ദെൻ ആർട്ടിക്കിൾ 29. എന്താ? Yeah, it's about minorities. Okay. Then last question ആണോ? Yeah. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതും കൂടെ ആൻസർ ചെയ്തിട്ട് നമുക്ക് പിരിഞ്ഞു പോവാം. സഭ പിരിച്ചു വിട്ടേക്കാം. ആൻസർ എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഐ ഗസ് ഞാൻ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇട്ടേക്കുന്നത്. ഓ ഷിറ്റ്. ഓക്കെ ഓക്കെ, ഇത് നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓ ഓക്കെ ഓക്കെ, ഐം സോറി ഇറ്റ്സ് മിസ്റ്റേക്ക് ഫ്രം മൈ പാർട്ട്. ഓക്കെ, എന്നാൽ നമുക്ക് സഭ പിരിച്ചിടാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ ഇത്രയും? വേറെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിത്തിങ്, ഇനി മറ്റ് ക്ലാസ്സസിനെ സംബന്ധിച്ചോ അല്ലാതെ എന്തെങ്കിലും? കുറച്ച് ക്ലാസ് ആയില്ലേ, എന്നെ തന്നെ സഹിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഇതൊന്ന് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്ത ക്ലാസ് മുതൽ വേറെ ക്ലാസ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. കുറച്ച് ക്ലാസ്സായി ഞാൻ തന്നെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ഗൈസ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.